إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അല്ലാഹുവിൻ്റെ വിനീതരായ അടിമകളെ, പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്കിരുകൂട്ടർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഹജ്ജ്, ആ ഹജ്ജിനെ ഹജ്ജത്തുൽ വദാ എന്ന ഒരു പേരിൽ നാം അറിയപ്പെടാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നമുക്ക് നൽകുന്ന അറിവുകളും പാഠങ്ങളും അത്തരത്തിലുള്ള സൂചനകളെയും യാഥാർത്ഥ്യങ്ങളെയും ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ളതാണ്. ആ ഹജ്ജിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോടുള്ള വിടപറച്ചിലിൻ്റെ തിരിച്ചറിവുകൾ തൻ്റെ സഹാബിവര്യന്മാർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവർ വളരെയധികം വേദനയോടും വിഷമത്തോടും ദുഃഖത്തോടും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും കൽപ്പനകളും കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി തൻ്റെ 23 വർഷക്കാലത്തെ ജീവിതം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയെന്ന് സഹാബികൾ തിരിച്ച് അറിഞ്ഞു തുടങ്ങിയിരുന്നു. ആ വിഷമങ്ങളൊക്കെ അവരിലെ വന്ന സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പ്രകടമാവുകയും ചെയ്തിരുന്നു. വൈകാരിക നിമിഷങ്ങളുടെ ആ വേദനിക്കുന്ന നിമിഷങ്ങളെ സംബന്ധിച്ച് സഹാബികൾ പലരും പല രൂപത്തിൽ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക്
കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുകയും ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വരും കാലങ്ങളിൽ നിങ്ങൾ സന്ദേശങ്ങളായി കൊടുക്കേണ്ടതും ഹജ്ജിൻ്റെ രൂപങ്ങളായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതെന്നും സഹാബിവര്യന്മാരെ പഠിപ്പിച്ചു. അതോടൊപ്പം അല്ലാഹുവിൻ്റെ റസൂൽ സൂറത്തുൽ മാഇദയിലെ ഒരു വചനം അവർക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആ വചനം ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഓതി വെച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങളുടെ കാതുകളിലൂടെ നാം ഖുർആൻ പാരായണം ചെയ്തപ്പോൾ പല പ്രാവശ്യം നമ്മുടെ നാവിലൂടെ കടന്നുപോയ ഒരു വാക്കുകളാണ് ഇത്. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ, മതത്തെ, അനുഷ്ഠാന കർമ്മങ്ങളെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ പരിപൂർണ മതമാക്കി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി തരികയും ചെയ്ത് തന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താനും മാനവ കുലത്തിൻ്റെ വിശ്വാസികളുടെ ജീവിതം ചിട്ടപ്പെടുത്താനുമുള്ള ഒരു സന്ദേശമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തെ ഓതി കേൾപ്പിച്ചത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ ചോദിച്ച ഒരു സന്ദർഭം ഞാൻ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ഖുർആനിലുള്ള ആ ഒരു വചനമുണ്ടല്ലോ, അത് ഞങ്ങൾക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചു, ഏതാണ് ആ വചനം? അപ്പോൾ ഈ വചനം ഓതി കേൾപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇത്ര നല്ലൊരു വർത്തമാനാണല്ലേ. നിഅമതി, എൻ്റെ അനുഗ്രഹം ഇതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കണം. ഞാൻ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. വിടവാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, നിങ്ങളെ ഒരു വെറും കൈയോടെയല്ല ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ. നമ്മൾ നിരവധി കേട്ടിട്ടുള്ള ഒരു വചനമാണ്, ഒരു ഹദീസാണ്. രണ്ട് കാര്യങ്ങൾ തറക്തു, ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്, നിങ്ങളിതനുസരിച്ച് ജീവിച്ചോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ച കൂട്ടത്തിൽ പ്രത്യേകമായി അതിപ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ്, തറക്തു ഫീക്കും അംറൈൻ. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. ആ രണ്ട് കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ലൻ തളില്ലു, നിങ്ങളത് വഴിപിഴച്ചു പോകുകയില്ല. ആ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അൽ ഖുർആൻ വസ്സുന്ന. ഒന്ന്, നമ്മൾ പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് തിട്ടപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം എന്നോണം അതിനെ ഒന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ സഹാബിവര്യന്മാരെ തൻ്റെ 23 വർഷക്കാലം ആ തീച്ചൂളയിലിട്ട് ഇങ്ങനെ വാർത്തെടുത്തിട്ടുണ്ട്. വിശപ്പും പട്ടിണിയും ദാഹവും മർദ്ദനവും പീഡനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിവര്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് മക്കളെ ദീൻ,
ഇതാണ് മക്കളെ ദീൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കർമ്മങ്ങൾ ഇതാണ്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത? നമ്മുടെ സാധാരണ ആളുകൾ, നേതൃത്വം വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാകും. ഏറ്റവും മുൻനിരയിലായിരിക്കും അവർ നിൽക്കുക. തൻ്റെ അനുചരന്മാരോട് അവരെങ്ങനെ കൽപ്പിക്കും? ഈ ലോകത്ത് ഭൗതികമായൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അവരോട് കൽപ്പിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇന്ന രൂപത്തിലാകണം എന്ന് അവരോട് ഇങ്ങനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഓരോ രംഗങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ വാക്ക് അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂൻ, ഞാനും ഈ ലോകത്ത് എന്നേക്കാൾ മുമ്പ് വന്ന സഹാബകളും റസൂലുകളും ദൂതന്മാരും പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതനുസരിച്ച് പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരെ, സഹാബിവര്യന്മാരെ ഇങ്ങനെ വാർത്തെടുത്തു. അവർക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ, ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങള്, വേദനകള്, മർദ്ദനങ്ങള്, ആക്ഷേപങ്ങള്, ഇതൊക്കെ കേട്ട ചരിത്രവും നമുക്കറിയാം. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത് കർമ്മങ്ങൾ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാണിച്ചു കൊടുത്തു. നിന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകി ഇമാമായിട്ട് നിന്നു, നമസ്കരിച്ചു. പ്രവാചകൻ സഹാബികളോട്, തൻ്റെ ശിഷ്യന്മാരോട്, അവരാണല്ലോ സഹാബിയർ, ഇങ്ങനെ കൂട്ടിയിരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ഒരു മജ്ലിസിൽ പ്രവാചകൻ അവരോട് ഇങ്ങനെ പറയും, സല്ലു. നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വിശ്വാസികളായ മനുഷ്യന്മാരോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചത്, ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കണം. അതാണ് സല്ലു. ഞാൻ എങ്ങനെ കൈകെട്ടി, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്തു, ഞാൻ എങ്ങനെ റുക്കൂ ചെയ്തു, ഞാൻ എങ്ങനെ എഴുത്തുതാലിൽ നിന്നു, ഞാൻ എങ്ങനെ എൻ്റെ നമസ്കാരത്തിൽ എത്ര സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം കാണിച്ചു കൊടുത്തു. അതിനപ്പുറത്തുള്ളൊരു രൂപം നമസ്കാരത്തിനില്ല. അങ്ങനെ ഓരോ രംഗങ്ങളും ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അള്ളാഹുവിൻ്റെ റസൂല് നേതൃത്വം വഹിച്ച എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ആ 2 ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നപ്പോൾ അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ, നരകത്തിൽ നിന്ന് അകറ്റാൻ. അതിനപ്പുറത്തുള്ള ഒരു ഗ്രന്ഥങ്ങളും ഇവിടെ ആവശ്യമില്ല എന്ന് തൻ്റെ ആ ഹജ്ജ് വേളയിൽ, അവസാനത്തെ ഹജ്ജ് വേളയിൽ, അറഫ പ്രസംഗത്തിൽ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ ഇങ്ങനെ പഠിപ്പിച്ചു. ആകാശത്തിലേക്ക് കൈ ഉയർത്തി കൈയുടെ കക്ഷത്തിൻ്റെ വെള്ള ഇങ്ങനെ കാണുമാറ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു രംഗം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അറഫ ദിനത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഇരുന്നും പ്രാർത്ഥിച്ചു എന്നാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ശീലം. നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം, നമുക്കെപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. പടച്ചവനോട് നമ്മൾ ഏത് രൂപത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അറഫ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നും നിന്നുമൊക്കെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് വന്നിരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വാഹനപ്പുറത്ത് വന്നിരുന്ന് അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അന്ന് ആ മലക്കുകൾ ഇറങ്ങി വരും, അവിടെ ഇറങ്ങി വരും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അവിടുന്ന് അറഫയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ, ഏതാനും
ദിവസങ്ങൾക്ക്, മണിക്കൂറുകൾക്ക് ശേഷം അവർ അറഫയിലേക്ക് പ്രവേശിക്കും. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവര് ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ചെന്ന് പരിശുദ്ധ കർമ്മമായ ഹജ്ജിന് വേണ്ടി, 5ാമത്തെ കർമ്മമായ ഹജ്ജിന് വേണ്ടി അവർ തുടക്കം ഇടുമ്പോൾ അവർ അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇത് തന്നെ ആവർത്തിച്ചു. അറഫയാണ് ഹജ്ജ്. അറഫയിൽ നിൽക്കാത്തൊരു ഹജ്ജ് ഇല്ല. നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാകും. രോഗങ്ങൾ, ഹജ്ജിന് പോയ ആളുകൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. രോഗം ബാധിച്ചു കിടക്കുന്ന, ചിലപ്പോൾ അവിടെ എത്താൻ പറ്റാത്ത ആളുകളെയൊക്കെ ആ അറഫയിലേക്ക് ആംബുലൻസിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. കുറച്ച് സമയമെങ്കിലും അവനെ ആ സമയങ്ങളൊക്കെ തീരുന്നത് വരെ ആംബുലൻസിൽ ആ അറഫയുടെ ഭാഗത്ത് അവിടെ കൊണ്ടു നിർത്തി അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഉമ്മ പ്രസവിച്ച മകനെ പോലെ, മക്കളെ പോലെ, ഇന്ന് പ്രസവിച്ച മകനെ പോലെ അവരുടെ പാപങ്ങൾ കഴുകിത്തീർത്ത് അവർ സ്വരൂപിച്ച നല്ല പണം കൊണ്ട് പോയി ഹജ്ജിന് പോകുമ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, കൈയർത്തി കരഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതിരിക്കുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് അറഫാ ദിനത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകൾ. അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവരോട് നമ്മൾ പല ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നമ്മുടെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, കുടുംബങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രയാസങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന രോഗങ്ങൾക്കൊന്നും ഞങ്ങൾ അടിമപ്പെടുത്തരുതേ. അങ്ങനെ നിന്റെ വിധി അതാണെങ്കിൽ അത് സഹിക്കാനുള്ള ഒരു ക്ഷമയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മറ്റൊന്ന്, ആ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ വന്ന മറ്റൊരു വാക്ക്, എക്കാലത്തും ഏത് സന്ദർഭത്തിലും നമുക്ക് മറക്കാൻ കഴിയാത്ത, നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് വരും കാലങ്ങളിലേക്ക് വരെയും ഈ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വാക്കുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന സംസാരങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. നമ്മൾ കേട്ടിട്ടില്ല ആ വാക്ക്, ആ വാചകം നമ്മൾ കേട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു അക്ഷരം പോലും ഉച്ചരിക്കില്ല അള്ളാഹുവിൻ്റെ വഹിയകളില്ലാതെ. യാ അയ്യുഹന്നാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, കല്ലയോ ജനങ്ങളെ. എന്ത് മനോഹരമായ വാക്കുകളാണെന്നറിയത്. ഇന്ന ദിമാഅക്കും വ അംവാലുക്കും വ അറാമുക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തിൻ ഹാദാ ഫീ യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. നല്ലൊരു വർത്താനല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ മാലോകർക്ക്, മനുഷ്യ സമൂഹത്തിന്, ലോകത്തുള്ള മുഴുവൻ സമൂഹത്തിനും മാതൃകയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകൾ നമ്മളൊന്ന് നമ്മുടെ മനസ്സുകളിലൂടെ നമ്മളൊന്ന് ബുദ്ധി ഉപയോഗിച്ച് നമ്മളൊന്ന് ആഴത്തിൽ നമ്മളൊന്ന് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ആശയം നമുക്കിന്ന് നമ്മുടെ ഇവിടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ആ പ്രവാചകന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വ അംവാലുക്കും, നിങ്ങളുടെ ധനം, വ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, വ അറാലുക്കും, നിങ്ങളുടെ അഭിമാനം. കണ്ട എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രക്തം ചിന്തരുത്, അനാവശ്യമായിട്ടുള്ള കൊലകൾ നിങ്ങൾ നടത്തരുത്, മറ്റുള്ളവരുടെ അഭിമാനം കവർന്നെടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, മറ്റുള്ളവരുടെ സ്വത്തുക്കൾ നിങ്ങൾ അപഹരിക്കരുത്, അന്യായമായ സ്വത്തുക്കളും അന്യായമായ ധനങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു താക്കീതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജത്തുൽ വിദായിൽ ഓർമ്മിപ്പിച്ചത്. ഇന്ന്
നമ്മുടെ ലോകത്ത് അധികാരങ്ങൾ കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം സമൂഹത്തിനോട് ഉണർത്തിയതിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഇവിടെ അധികാരത്തിൽ വന്നിരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, പല രൂപത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും കോടിക്കണക്കിന് ആളുകൾ ജീവഹാനി സംഭവിച്ചു പോയിട്ടുണ്ട്. അനാവശ്യമായി മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ഇന്ന അംവാലുക്കും വഅറാലുക്കും ഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅറാലുക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണത്. നിങ്ങൾ രക്തം ചിന്തുക എന്നുള്ളത്, അനാവശ്യമായി നിങ്ങൾ രക്തം ചിന്തുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ, യുദ്ധകാലഘട്ടങ്ങൾ എടുത്തു നോക്കുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള രക്തം ചിന്തലുകളും ഒക്കെ ഇസ്ലാമിന് വേണ്ടി ഇങ്ങോട്ട് അവരെ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി വന്നപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങോട്ടൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് പോയിട്ടില്ല എന്നുള്ള ചരിത്രം നമുക്കറിയാൻ സാധിക്കും. ചിലപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തടുത്തതായിരിക്കും, പക്ഷേ എന്നാലും അങ്ങോട്ടൊരു യുദ്ധത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുത്ത് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെയും കുഫ്രിയത്തിനെയും ബഹുദൈവവിശ്വാസത്തിനെയും മടക്കി വാണപ്പോ ആ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പേരിൽ ചിലപ്പോഴൊക്കെ യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലകൾ നടന്നിട്ടുണ്ട്, ഷഹീദുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അനാവശ്യമായി നിങ്ങൾ രക്തം ചിന്തരുത്. ഇന്ന് അധികാരം കിട്ടുമെന്ന് മോഹിച്ചപ്പോ, അധികാരം പൂർണ്ണമായും കൈവശം മടക്കി വെക്കാമെന്ന് മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ, വർഗീയ വിഷങ്ങൾ ചീറ്റിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത്, മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ കവർന്നെടുക്കരുത്. അവൻ ആരായിക്കോട്ടെ, അഭിമാനം നിങ്ങൾ കവർന്നെടുക്കരുത്, അവരോട് നിങ്ങൾ രക്തം ചിന്തരുത് എന്നുള്ളൊരു നല്ലൊരു തത്വത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ കാര്യങ്ങളാണ് പ്രവാചകൻ ഇത്തരത്തിൽ പഠിപ്പിച്ചത്. വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ കൊള്ളയും കൊലയും ഒക്കെ നടന്നിരുന്ന സമൂഹത്തിനോട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. ലോകത്തിന് മാതൃകയല്ലേ, നിങ്ങളൊരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്, നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായവരാണ്, മനുഷ്യ സമൂഹം എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല, പാർട്ടികളും ഗോത്രങ്ങളുമായിട്ടൊക്കെ നിങ്ങളെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണത്. നിങ്ങൾ അതിൻ്റെ പേരിൽ കലഹിക്കാൻ വേണ്ടിയിട്ടല്ല, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഗോത്രത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലി വഴക്കിടാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയില്ലേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബാങ്ക് കൊടുക്കാൻ വേണ്ടി, ഞാനത് നീട്ടി പറയാനുള്ള സമയമൊന്നും നമുക്കില്ല, വിശദമായി പറയാനുള്ള സമയം നമുക്ക് ഈ ചെറിയ ഖുത്ബകളിൽ ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബാങ്ക് കൊടുക്കാൻ വിളിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് നമുക്കറിയാലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കാനുണ്ടായിരുന്ന കാരണം നമുക്കറിയാലോ. ആ തലമുറയാണ് പിന്നീട് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള നീഗ്രോകൾ. അവരെ അടിച്ചമർത്തുകയും കൊല ചെയ്യപ്പെടുകയും വെക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ഈ ലോകത്ത് നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണർത്തി നമ്മളെ ഓർമ്മിപ്പിക്കാനുണ്ടായ കാരണവും അതുതന്നെയാണ്. നമുക്കറിയാം, ഹിറ്റ്ലർ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്.
മുസോളിനിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ ഹിറ്റ്ലറിനെയും ഇറ്റലിയിലെ മുസോളിനിയെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യൂറോപ്പിനെ ബോണപ്പാർട്ടിനെയും സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ അറിയപ്പെടുന്ന പുരുഷന്മാരായിരുന്നവര് അധികാരങ്ങളൊക്കെ കിട്ടിയപ്പോൾ, അധികാരങ്ങളൊക്കെ അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവര് പലരുടെയും തലകൾ വെട്ടിമാറ്റി. ഇപ്പോഴും അധികാരം വരുമെന്ന് വന്നപ്പോ, അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വർഗീയ വിഷങ്ങളൊക്കെ തുപ്പാൻ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ മനുഷ്യന്മാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ലല്ലോ. പിന്നെയും നമുക്ക് വെക്കുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അതിനെ അതിജീവിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം എത്രയാണ് എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞ നമുക്ക് ഇട്ടുപോയിട്ടുള്ള 2 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ തെറ്റിപ്പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ പിടികൂടും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ട പരിശുദ്ധ ഖുർആനെടുത്ത് അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ആശയം മനസ്സിലാക്കി, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് അതിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു നല്ലൊരു ജീവിതം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അറഫ നോമ്പിനെ സംബന്ധിച്ചാണ്. നമ്മൾ ദുൽഹജ്ജ് 9-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ നോമ്പെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു നാട്ടിലെ ഒരു പ്രദേശത്ത് ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് നോമ്പെടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറഫ ദിനത്തിൽ അവർക്ക് അറഫ ആകുമ്പോൾ നിങ്ങളോട് നോമ്പെടുക്കണം എന്നല്ല, ദുൽഹജ്ജ് 9-ന് നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ്. പലരും പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത്തരം വിഷയങ്ങളിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്കുകൾ എങ്ങനെയാണ്, ഞാൻ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല. പക്ഷെ ദുൽഹജ്ജ് 9-ന് നമുക്കെന്നാണോ, പല സ്ഥലത്തും പല നാടുകളിലും പല രൂപത്തിലൊക്കെയാണ് മണിക്കൂറുകളുടെ പല സമയങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു നാട്ടിൽ അത് കണ്ട് ആ ദുൽഹജ്ജ് 9 എന്നാണോ ആ സമയത്താണ് നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മളെ കുറിച്ച് റബ്ബിനറിയാം, നമ്മുടെ മനസ്സ് എന്താണ്, നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിന് അറിയാം. നമ്മൾ എന്തിനാണ് ആ നോമ്പ് അനുഷ്ഠിക്കണതെന്നും റബ്ബിനറിയാം. അറഫയുടെ നോമ്പ് അപ്പോൾ ദുൽഹജ്ജ് 9-ന് തന്നെയാണ് റബ്ബ് നമ്മുടെ മനസ്സുകളും നമ്മുടെ നിയ്യത്തുകളും നമ്മുടെ ഉദ്ദേശങ്ങളും ഒക്കെ അറിയുന്നവനാണ്. പോരായ്മകൾ നമുക്ക് റബ്ബ് പുറത്തു തരും, അത് ഉറപ്പാണ്. സിയാമു യൗമു അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വബഅദഹു എന്നാണ്. അറഫ നോമ്പിനെ സംബന്ധിച്ച് ഈ പുണ്യങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ഒട്ടേറെ പുണ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് പുണ്യങ്ങളുണ്ട്. അതിൽ അറഫയുടെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് 2 കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയതായിട്ടുള്ള പാപങ്ങൾ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ. അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പല രൂപത്തിൽ
അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു വർഷത്തെ ആയസ് കൂടി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുകൂടി അതിൽ നമുക്ക് പണ്ഡിതന്മാർ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു ആ നോമ്പിലൂടെ നമുക്ക് പുറത്തു തരും. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള പ്രബലമായ ഒരു സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ്. അത് പിടിച്ചു വീട്ടാൻ ബാക്കിയുള്ളവർക്ക് അതിൽ നോമ്പൊക്കെ പിടിച്ചു വീട്ടാനുള്ളവരാണെങ്കിൽ അതുകൂടി അതിൽ കഴിയും. നേരത്തെ അത് നെയ്യത്ത് വെച്ച് കാര്യങ്ങൾ ചെയ്യണം. 2 ഇത് കിട്ടും. സുന്നത്ത് നോമ്പുകളൊക്കെ അങ്ങനെയാണ്. അത് എല്ലാ നോമ്പുകളിലും അങ്ങനെ തന്നെ. അസുറായിൻ്റെയും തസുവായിൻ്റെയൊക്കെ നോമ്പുകളെ സംബന്ധിച്ച് അങ്ങനെയാണ് പറയുന്നത്. ആ ദിവസങ്ങളിലാണ് അത് നോമ്പ് തോൽക്കണം. മുഹറം 9, 10, ദുൽഹജ്ജ് 9 എന്നൊക്കെയുള്ള ആ ദിവസങ്ങളിലാണ് ശരിക്ക് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ആ സൂര്യാസ്തമയത്തോടുകൂടി പിന്നെ തക്ബീർ ചെല്ലും. നമ്മൾ ബലിപെരുന്നാളിൻ്റെ തക്ബീറാണ്. പിറ്റേ ദിവസം ദുൽഹജ്ജ് 10 തക്ബീർ ഇങ്ങനെ തുടങ്ങിയാണ് നമ്മൾ, അല്ലെ? പെരുന്നാളിൻ്റെ ആ ദിനമായി തക്ബീർ ഇങ്ങനെ തുടങ്ങും. ദുൽഹജ്ജ് 10 അങ്ങനെ തുടങ്ങി അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ, നമ്മൾ 4ാം പെരുന്നാൾ എന്നൊക്കെ പറയുന്ന ആ ദിവസങ്ങൾ അസർ വരെ നമുക്ക് ആ തക്ബീർ നമുക്ക് ചൊല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ ബലിപെരുന്നാളിന്, അതിനിപ്പോൾ പെരുന്നാളിന് മുമ്പ് പറയേണ്ട ഒരു വിഷയമാണല്ലോ. പെരുന്നാളിന് നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ലഘുവായ ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ട് വേണം വരണമെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. വലിയ പെരുന്നാളിന് വരുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വരുന്നതാണ് സുന്നത്ത്. നിങ്ങൾക്ക് അത് വേഗം ബലിയറുക്കുന്നതിനൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ബലിമൃഗത്തെ നമുക്ക് ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ കഥയാണല്ലോ ബലിമൃഗമുള്ളത്. നിങ്ങൾ ഉരുവിനൊക്കെ മേടിച്ച് നിർത്തിയിട്ടുണ്ടാകും. അത് ബലി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളതിന് ഒരു നേരമെങ്കിലും നമുക്കതിന് വെള്ളം കൊടുക്കാൻ കഴിയണം. ഇനിയും ദിവസങ്ങളുണ്ട്. നമ്മൾ മേടിച്ച് നിർത്തി അതിനെക്കൊന്ന് തടവി വന്ന് അതിനെ തലോടി അതിനെക്കൊന്ന് കുളിപ്പിച്ച് നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ജീവിത ചരിത്രത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു കഥകളൊക്കെ നമുക്ക്, ചരിത്രങ്ങളൊക്കെ അറിയാം. തൻ്റെ പുന്നാര മകനെ താലോലിച്ച് വളർത്തിയ ആ ഒരു പുന്നാരം നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. അതിനൊന്ന് തലോടി. നമ്മളിങ്ങനെ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാകരുത്. നമ്മളിങ്ങനെ ഷെയറും കൊടുത്ത് 1, 2, 3 ഷെയറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരെണ്ണത്തിന് എങ്ങനെയൊക്കെ മേടിച്ച് ആ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ആരെങ്കിലും അറക്കാൻ ഏൽപ്പിക്കുന്നത് നമ്മൾ തന്നെ അതിനറക്കാനുള്ള ഒരു സംവിധാനം കൂടി അത് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പെരുന്നാൾ നമസ്കാരം 7:30 നിഷാദ് സലാഹിയാണ് ഈദ്ഗാഹിൽ നിർവഹിക്കുന്നത് എന്ന് പ്രത്യേകം പറയാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളി ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ നൽകണം എന്നുകൂടി അറിയിക്കുന്നു. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പോരായ്മകളും കുറ്റങ്ങളും വീഴ്ചകളുമൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അജർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.